ഗുഡ് മോർണിംഗ്. വീണ്ടും സ്വാഗതം ചെയ്യുന്നു മോർണിംഗ് വെബ്സിലേക്ക്. നമുക്ക് തുടങ്ങാം. ആദ്യം കാനിലെ തിളക്കത്തിൽ നിന്ന് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ആ ചിത്രത്തിന് ഗ്രാൻഡ് പ്രീ പുരസ്കാരം ലഭിച്ചു കാൻസ് വേദിയിൽ. പായൽ കപാടിയ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിനാണ് കാനിൽ നേട്ടം. വളരെ വികാരഭരിതരായിട്ടുള്ള ഇന്ത്യൻ ചലച്ചിത്ര പ്രവർത്തകരെ കാൻ വേദിയിൽ കാണാം. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഭവ്യ പാർവതി ചേരുന്നു. ഭവ്യ, ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് അത് വലിയ തിളക്കം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഈ ഗ്രാൻഡ് പ്രീ പുരസ്കാരം പോലെ, അതായത് ഏറ്റവും മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള പുരസ്കാരത്തിലൊക്കെ എത്തുമെന്ന് കരുതിയിരുന്നതാണോ? തീർച്ചയായും എൽദോ, കാൻ ചലച്ചിത്രോത്സവത്തിൽ മലയാളവും ഇന്ത്യയും തിളങ്ങുന്ന നിമിഷങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. അതിന് ഏറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യം ഇന്ത്യ അഭിമാനിക്കുമ്പോൾ അതിന് മലയാളത്തിന് വലിയ പങ്ക് നൽകാൻ സാധിച്ചു എന്നതിലാണ്. മലയാളികൾക്ക് അഭിമാനമായി, രാജ്യത്തിന്, ഇന്ത്യക്ക് അഭിമാനമായി 77ാം കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയിരിക്കുകയാണ് പായൽ കപാടിയ. നമുക്ക് എല്ലാവർക്കും അറിയാം, മികച്ച സംവിധായികയായ മുംബൈ സ്വദേശിനിയായ പായൽ കപാടിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിന് 77ാം കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം, അതായത് മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇതിൽ മലയാളി തിളക്കം ഉണ്ടായി എന്നതാണ് മലയാളത്തെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് ഏറെ അഭിമാനമുണ്ടാക്കുന്നത്. എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുംബൈ സ്വദേശിനിയാണ് പായൽ കപാടിയ. ഈ ചിത്രത്തിനാണ് മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. മലയാളത്തിലും ഹിന്ദിയിലുമാണ് ഈ ചിത്രം ഒരുക്കിയത്. അതിൽ 80% മലയാളത്തിൽ ഒരുക്കിയ ചിത്രമാണ് ഓൾ വി ലൈറ്റ്സ് എന്നത്. ഇതിൽ പ്രധാനമായും മലയാളത്തിന്റെ അഭിമാനമാകുന്നത് കനി കുസൃതിയും ദിവ്യപ്രഭ എന്ന മലയാളികളുടെ പ്രിയപ്പെട്ട രണ്ട് താരങ്ങളാണ്. ഇവർ രണ്ടുപേരും അഭിനയിച്ച സിനിമയാണ് ഇത്. ഇതിൽ ഏറ്റവും പ്രധാനമായി 22 ചിത്രങ്ങളായിരുന്നു മത്സര വിഭാഗത്തിൽ ഉണ്ടായിരുന്നത്. ഈ 22 ചിത്രങ്ങളെയും മറികടന്നുകൊണ്ടാണ് രണ്ടാം സ്ഥാനം നമ്മുടെ മലയാളത്തിലേക്ക് എത്തുന്നതെന്നാണ് ഏറെ പ്രധാനമുള്ള കാര്യം. എന്തായാലും ഈ ഗോൾഡൻ പാമിനായി മത്സര ചിത്രത്തിന്റെ പ്രീമിയർ വെള്ളിയാഴ്ചയായിരുന്നു. നമ്മൾ മലയാള മാധ്യമങ്ങൾ എല്ലാവരും കനി കുസൃതിയും ദിവ്യപ്രഭയും ഒക്കെ തിളങ്ങി നിൽക്കുന്ന ചിത്രങ്ങൾ അന്ന് മാധ്യമങ്ങളിലൂടെ പുറം ലോകത്തെത്തിച്ചത് ഒരുപക്ഷെ ഏറെ സന്തോഷത്തോടു കൂടിയായിരുന്നു. കനി കുസൃതിയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ദിവസമായിരുന്നു അന്ന് മാധ്യമങ്ങളിൽ, പത്രങ്ങളിലെല്ലാം. എന്തായാലും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഏറ്റവും സന്തോഷമുള്ള കാര്യമെന്ന് പറയുന്നത്, ആദ്യമായാണ് ഒരു ഇന്ത്യൻ സംവിധായികയ്ക്ക് ഗ്രാൻഡ് പ്രീ ലഭിക്കുന്നത്. അതും 80% മലയാള ഭാഷയിലുള്ള ചിത്രമായ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിനാണെന്ന സവിശേഷത കൂടിയുണ്ട്. അതുമാത്രമല്ല, വെള്ളിയാഴ്ച നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെള്ളിയാഴ്ച കാനിൽ പ്രദർശിപ്പിച്ച ഈ ചിത്രത്തിന് വലിയ പ്രേക്ഷക സ്വീകാര്യത, അല്ലെങ്കിൽ കാണികളിൽ നിന്ന് വലിയ കയ്യടി, കൃത്യമായി പറഞ്ഞാൽ 8 മിനിറ്റോളം വലിയ കയ്യടിയാണ് ഈ ഒരു ചിത്രത്തിന് കാനിലുള്ള പ്രേക്ഷകർ, കാനിലുള്ള കാണികൾ നൽകിയത് എന്നാണ് പറയുന്നത്. എന്തായാലും ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ സിനിമ പറയുന്ന കഥ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ പ്രഭ എന്നീ 2 മലയാളി നഴ്സുമാരുടെ ജീവിത കഥ പറയുന്ന ചിത്രം കൂടിയാണിത്. ഈ ചിത്രത്തിൽ ഈ മുംബൈയിൽ ഈ 2 നഴ്സുമാരും അനുഭവിക്കുന്ന അതിജീവനത്തിന്റെയും സംഘർഷത്തിന്റെയും സംഘടനത്തിന്റെയും ഒക്കെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. ചിത്രത്തിന്റെ തിരക്കഥാകൃത്തും പായൽ കപാടിയയാണ് എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വലിയ കയ്യടിയായിരുന്നു കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ നമ്മുടെ ഈ സിനിമയ്ക്ക്, നമ്മുടേത് തന്നെ വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഈ സിനിമയ്ക്ക് ലഭിച്ചത്. അതിൽ ഏറ്റവും പ്രധാനമായി വിശേഷണം ഇങ്ങനെയായിരുന്നു: കാവ്യാത്മകമാണ് ഈ സിനിമ, ലോലമാണ്, അതോടൊപ്പം ഹൃദയവർജകമാണ് എന്നെല്ലാമായിരുന്നു ആദ്യ പ്രദർശനത്തിന്, ഈ സിനിമയുടെ ആദ്യ പ്രദർശനത്തിന് വിശേഷണമായി കാനിൽ നിന്ന് ലഭിച്ചത്. അതും ഒരു മലയാള സിനിമയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച് കാൻ ഇത്രമാത്രം വലിയൊരു ചലച്ചിത്രമേളയിൽ ഇത്രയും നല്ല സവിശേഷതകൾ ലഭിക്കുക എന്ന് പറയുന്നതും ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് മലയാളികൾ ആ നിമിഷങ്ങളെ ഏറ്റുവാങ്ങിയത്. ലോകം കൈയടിച്ചപ്പോൾ മലയാളികളുടെ ഹൃദയങ്ങളായിരിക്കും തുടിച്ചത്. എന്നാണെങ്കിലും ഭവ്യ, 77ാമത് കാൻ ഫെസ്റ്റിവലിൽ ഈ മലയാളി തിളക്കത്തിൽ നിൽക്കുന്നു. ഒപ്പം അനസൂയ സെൻഗുപ്ത കഴിഞ്ഞ ദിവസം മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്നു. അങ്ങനെ ഒരു ഇന്ത്യൻ തിളക്കമായി മാറിയിരുന്നു. ഇതിനു മുമ്പ് കാൻ വേദിയിൽ ഇങ്ങനെ തിളങ്ങി നിന്ന ഒരു ഇന്ത്യൻ സിനിമാ ചരിത്രമുണ്ടോ?
തീർച്ചയായും എൽദോ, അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 30 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു ഇന്ത്യൻ സിനിമ കാൻ ചലച്ചിത്രമേളയിലേക്ക് എത്തുന്നത് എന്നൊരു സവിശേഷത കൂടി നമ്മുടെ ഈ ഒരു ചിത്രത്തിനുണ്ട്. ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത 1994 പുറത്തിറങ്ങിയ സോമാണ് ഇതിനു മുൻപ് കാൻ ചലച്ചിത്രമേളയിൽ പുരസ്കാരത്തിനെത്തിയത്. അതും പാം ഡിയോർ പുരസ്കാരത്തിനായിരുന്നു ആ ചിത്രം മത്സരിച്ചത്. പക്ഷേ പുരസ്കാരങ്ങൾ ലഭിച്ചില്ല. അതിനുശേഷം 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ മലയാള സിനിമ എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്ന ഒരു സിനിമ കാൻ ചലച്ചിത്ര മേളയിലേക്ക് എത്തുന്നത്. അവിടെ അതിന് പുരസ്കാരം, മികച്ച ചിത്രത്തിനുള്ള 2ാം പുരസ്കാരം ലഭിച്ചു എന്നതും മലയാളത്തെ സംബന്ധിച്ച് അഭിമാനമുണ്ടാക്കുന്ന കാര്യമാണ്. എന്തായാലും ചലച്ചിത്രമേളയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൊക്കെ ഈ ഒരു കാര്യം അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിന് ഇന്ത്യക്ക് പുരസ്കാരം ലഭിച്ചു എന്നുള്ളൊരു സന്തോഷമായ വാർത്ത. ഇതിനു മുൻപ് നോക്കുമ്പോൾ ഫ്രാൻസിസ് ഫോർഡ് കോപ്പോള, ഷോൺ ബേക്കർ, യോർഗോസ് ലാന്തിമോസ്, പോൾ ഷെയ്ഡർ, മാഗ്നസ് ഫോൺ ഹോൺ, പൗലോ സൊൻഡ്രിനോ തുടങ്ങിയ പ്രഗത്ഭരുടെ ചിത്രങ്ങൾക്കൊപ്പമാണ് നമ്മുടെ ഈ ഒരു സിനിമ മത്സരിച്ചത് എന്നും 22 ചിത്രങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞ മികച്ച ചിത്രങ്ങൾക്കൊപ്പമുള്ള 22 ചിത്രങ്ങൾക്കൊപ്പമാണ് നമ്മുടെ ഈ ഒരു സിനിമ മത്സരിച്ച് വിജയം 2ാമത്തെ വിജയം നേടിയത്. എന്തായാലും നമുക്ക് അഭിമാനിക്കാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സംവിധായികയായ പായൽ കബാഡിയെ സംവിധാനം ചെയ്ത മറ്റു ചിത്രങ്ങളും ഇതിനു മുൻപും ഇത്തരത്തിൽ കാൻ അന്താരാഷ്ട്ര ചലച്ചിത്ര വേദിയിൽ മത്സരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് എ നൈറ്റ് നോയിങ് നത്തിങ് എന്ന ചിത്രം 2021 മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഗോൾഡൻ ഐ പുരസ്കാരം നേടിയിരുന്നു. ഇൻഡോ ഫ്രഞ്ച് സംയുക്ത നിർമ്മാണ സംരംഭമാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിന്റെ സംരംഭകർ എന്ന് പറയാൻ സാധിക്കുന്നത്. എന്തായാലും കാനിൽ മലയാളത്തിന്, ഇന്ത്യക്ക് അഭിമാന നിമിഷമാണ്. കാനിൽ റെഡ് കാർപ്പറ്റിൽ നമ്മുടെ മലയാളി താരങ്ങളായ മലയാളത്തിന്റെ ഇന്ത്യയുടെ അഭിമാനമായ കനി കുസൃതിയും ദിവ്യപ്രഭയും അന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടപ്പോൾ മലയാളിക്കുണ്ടായ അതേ സന്തോഷം ഇന്നലെയും അല്ലെങ്കിൽ ഇന്ന് രാവിലെയും കൂടി ഉണ്ടാകുന്നു. മലയാളത്തിന്, ഇന്ത്യക്ക് അഭിമാനമായി ചിത്രം 2ാം സ്ഥാനം നേടുന്നു എന്ന സന്തോഷമാണ് പങ്കുവെക്കാനുള്ളത്. റൈറ്റ്, ഭവ്യാണ് വിവരങ്ങൾ നൽകിയത്. എന്താണെങ്കിലും കാനിന്റെ റെഡ് കാർപ്പറ്റിൽ പലസ്തീൻ ഐക്യദാർഢ്യവുമായി എത്തി. അന്ന് വളരെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ നിന്ന കനി കുസൃതി, കണ്ണുകൾ നിറഞ്ഞ വികാരഭരിതയിൽ നിൽക്കുന്ന കാഴ്ച, അത് സന്തോഷം പകരുന്നതാണ്. അത് കരയുന്നത് അത് സന്തോഷ കണ്ണീരായതുകൊണ്ട് തന്നെ. എന്താണെങ്കിലും മലയാളി തിലക്കം ദിവ്യപ്രഭയും കനി കുസൃതിക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഒപ്പം ഇന്ത്യ തിളങ്ങി നിന്ന ഒരു ക്യാൻ എന്ന് വിശേഷിപ്പിക്കണം. കാരണം അനസൂയ സെൻഗുപ്ത മികച്ച നടിയാവുന്നു മാത്രമല്ല, നമ്മുടെ മലയാളികളുടെ സ്വന്തം അഭിമാനമായിട്ടുള്ള സന്തോഷ് ശിവൻ, പ്രമുഖ ഛായാഗ്രഹകൻ, അദ്ദേഹത്തിന് കാൻ ചലച്ചിത്ര വേദിയിൽ പിയർ ആൻജിനോ പുരസ്കാരം നൽകിയിരുന്നു. ഈ ക്യാമറ സിനിമാറ്റോഗ്രാഫി രംഗത്തെ സംഭാവനയ്ക്ക് ആദ്യ ഏഷ്യക്കാരനാണ് ആ പുരസ്കാരം നേടുന്നത്. അങ്ങനെ മൊത്തത്തിൽ 77ാമത് കാൻ ചലച്ചിത്ര വേദി അത് ഇന്ത്യ ഇങ്ങ് എടുത്തു എന്നങ്ങ് പറയാം.